മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായുടെ 31ാമത് ഓർമ്മ പെരുന്നാൾ 2025 ഒക്ടോബർ 10 സമുചിതമായി ആചരിച്ചു. ഒക്ടോബർ 9 MCAയുടെ നേതൃത്വത്തിൽ നാലാഞ്ചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കിയെപാർക്കിയൽ കത്തീഡ്രലിലേക്ക് ശാന്തിയാത്ര സംഘടിപ്പിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ശാന്തിയാത്ര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സന്ധ്യാ നമസ്കാരവും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. സഭയിലെ മറ്റു പിതാക്കന്മാർ സന്നിഹിതരായിരുന്നു. ഓർമ്മ പെരുന്നാൾ ദിനമായ ഒക്ടോബർ 10 പ്രഭാത നമസ്കാരവും പരിശുദ്ധ കുർബാനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികരുമായിരുന്നു. തുടർന്ന് മൊറോൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ഖബറിങ്കൽ ധൂപപ്രാർത്ഥന അർപ്പിച്ചു. വൈദികർ, സിസ്റ്റേഴ്സ്, വൈദികാർത്ഥികൾ, അൽമായർ എന്നിവർ സന്നിഹിതരായിരുന്നു. ആരാധനാക്രമവർഷ റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിംഗ് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2025 സെപ്റ്റംബർ 20 മുതൽ 2026 സെപ്റ്റംബർ 19 വരെ ആരാധനക്രമ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വൈദികർക്കായുള്ള ആരാധനക്രമ വർഷ റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിംഗ് ഒക്ടോബർ 7 മുതൽ 9 വരെ തിരുവനന്തപുരം പട്ടം കാതലിക് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഊറാറ കൊണ്ട് അലങ്കരിച്ച കുരിശും കത്തിച്ച 7 തിരികളും പ്രതിഷ്ഠിച്ചുകൊണ്ട് ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. കാതലിക് സെന്ററിന്റെ ഫിനാൻസ് ഓഫീസർ ഫാദർ തോമസ് മടുക്കുമൂട്ടിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ ഡോക്ടർ തോമസ് പ്രമോദോ IC, ഫാദർ ഡോക്ടർ ബെർണാഡ് വലിയവിള, ഫാദർ ജോസഫ് മലയാറ്റിൽ, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ആരാധനക്രമ വർഷാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സന്യസ്തർക്കായുള്ള റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിംഗ് ഒക്ടോബർ 10, 11 എന്നീ തീയതികളിൽ മേരി മക്കൾ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പോങ്ങുമോട് പ്രൊവിൻസിൽ വെച്ച് നടത്തപ്പെട്ടു. കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഊറാറ കൊണ്ട് അലങ്കരിച്ച കുരിശും കത്തിച്ച 7 തിരികളും പ്രതിഷ്ഠിച്ചുകൊണ്ട് ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡോക്ടർ സോഫിയ പോൾ DM സ്വാഗതം ആശംസിച്ചു. തുടർന്ന് അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഫാദർ വിൽസൺ തട്ടാരത്തുണ്ടിൽ, ഫാദർ ജോസഫ് മലയാറ്റിൽ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ഗൾഫ് തല പുനരേക്ക വാർഷികം ആഘോഷിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഗൾഫ് തല പുനരേക്ക വാർഷികം സുഹൃതം 2025 എന്ന പേരിൽ ഒക്ടോബർ 2, 3 എന്നീ തീയതികളിൽ ബഹ്റിനിലെ അവാലിയിലുള്ള അവർ ലേഡി അറേബ്യ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. UAE-യിൽ നിന്ന് കൊണ്ടുവന്ന ദീപശിഖ നോർത്തോൺ വികാരിയറ്റ് ബിഷപ്പ് അഭിമന്യ ആൽഡോ ബെറാൾഡി പിതാവ് സ്വീകരിക്കുകയും തുടർന്ന് മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പതാക ഉയർത്തിയതോടെ സുഹൃതം 2025 തുടക്കമായി. ഒക്ടോബർ 3 രാവിലെ കാരിത്താസ് ഇന്ത്യയുടെ ഡൽഹി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ഇടയത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക സേവനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വർക്ക്ഷോപ്പ് നടത്തപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് അത്യഭിമന്യ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിമന്യ ആൽഡോ ബെറാൾഡി പിതാവിന്റെയും ഗൾഫ് മേഖലയിലെ വൈദികരുടെയും സഹകാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അത്യഭിമന്യ കാതോലിക്ക ബാവ അധ്യക്ഷനായിരുന്നു. സുഹൃതം കോർഡിനേറ്റർ ഫാദർ ജേക്കബ് കല്ലുവിള സ്വാഗതവും GCC കോർഡിനേറ്റർ ഫാദർ ജോൺ തുണ്ടിയത്ത് കോർപ്പിസ്കോപ്പ ആമുഖ പ്രസംഗവും അഭിമന്യ ആൽഡോ ബെറാൾഡി പിതാവ് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തിരുനാൾ ആഘോഷിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ UK-യിലെ കേംബ്രിഡ്ജ് മിഷന്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ തിരുനാൾ ഒക്ടോബർ 4 സ്വിസ്റ്റൺ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് തിരുവാലിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. കത്തോലിക്ക സഭയിലെ വേദപാരംഗതരുടെ ഗണത്തിലേക്ക് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ നവംബർ 1 ഉയർത്തുന്ന വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ നാമത്തിലുള്ള സഭയുടെ ആദ്യ മിഷനാണ് കേംബ്രിഡ്ജ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ മിഷൻ. ക്രമീകരണങ്ങൾക്ക്
ട്രസ്റ്റി ശ്രീ പ്രദീപ് മാത്യു, സെക്രട്ടറി ശ്രീ സോജി പാപ്പച്ചൻ, നാഷണൽ കൗൺസിൽ അംഗം ശ്രീ അരുൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 67ന്റെ നിറവിൽ പുഷ്പഗിരി ആശുപത്രി. ആതുര ശുശ്രൂഷ രംഗത്ത് 67 വർഷങ്ങൾ പൂർത്തിയാക്കിയ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയുടെ വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബർ 7-ന് പുഷ്പഗിരി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ടു. ചലച്ചിത്ര നടൻ ശ്രീ കൈലാഷ് മുഖ്യാതിഥിയായിരുന്ന ചടങ്ങ് കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് മരുദൂർ, പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റി പ്രിൻസിപ്പൽ അഡ്വൈസർ ശ്രീ ജേക്കബ് പൊന്നൂസ് IPS, പുഷ്പഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് CEO ഫാദർ ബിജു വർഗീസ് പയ്യമ്പള്ളിൽ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസ് B, തിരുവല്ല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനു ജോർജ്, വൈസ് ചെയർമാൻ ശ്രീ ജിജി വട്ടശ്ശേരിൽ, തിരുവല്ല DYSP ശ്രീ നന്ദകുമാർ S, നഴ്സിംഗ് സർവീസ് വിഭാഗത്തിൽ നിന്നും ശ്രീമതി അക്സ K വർഗീസ്, എക്സിക്യൂട്ടീവ് ശ്രീ സച്ചിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ സുമേഷ് ഐരൂരിന്റെ ഗാനമേളയും പുഷ്പഗിരി സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.